സ്നേഹമുള്ളവരെ, സുദീർഘമായ 8 വർഷത്തെ ഭരണമില്ലായ്മ എന്ന ശൂന്യതയിൽ അസ്വസ്ഥത പൂണ്ട മുസ്ലിം ലീഗ് എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ലാതെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ എരിവെരി കൊള്ളുന്ന ആ ലീഗ് കാട്ടിക്കൂട്ടുന്ന ഭരണം നേടാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രയങ്ങൾ കാണുമ്പോൾ ഊറിച്ചിരിക്കാനാണ് തോന്നുന്നത്. അതിൽപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സ്നേഹ സദസ്സ് എന്ന പേരിലുള്ള ഒരു വിഭജന സദസ്സ്. ഈ സദസ്സിന് അവർ പേരിട്ടിട്ടുള്ളത് സ്നേഹ സദസ്സ് എന്നാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുക, എല്ലാവരെയും യോജിപ്പിക്കുക, എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുക എന്നൊക്കെയാണല്ലോ ഈ സൗഹൃദ സദസ്സ്, സ്നേഹ സദസ്സ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതാണ് അതിന് ബുദ്ധിയുള്ളവർ വെക്കുന്ന അർത്ഥവും മനസ്സിലാക്കുന്ന ചിന്തയും. എന്നാൽ ഇവരെന്താണ് ഇപ്പം അതിൻ്റെ മറവിൽ കാട്ടിയിട്ടുള്ളത്? ഇവർ എല്ലാവരെയും ഒന്നിപ്പിക്കുക, ഒരേ മനസ്സുള്ളവരാക്കുക എന്നതിന് സാധാരണ ഒരു സിമ്പോസിയം നടത്തുന്നവർ കാണിക്കുന്ന മര്യാദ പോലും ലീഗ് കാണിച്ചിട്ടില്ല. അത് ലീഗിന് കഴിയില്ല. കാരണം ലീഗിനെ നയിക്കുന്ന ആ ഏറ്റവും വലിയ തലപ്പത്ത് മതവും അറിയില്ല, രാഷ്ട്രീയവും അറിയില്ല. ഇങ്ങനെ പന്താടാൻ പറ്റുന്ന ഒരു ആളെ അതിൻ്റെ തലപ്പത്ത് നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ ആ പാർട്ടി മരിച്ചു കഴിഞ്ഞു. ഇനി അതിന് ഊർജം നൽകാൻ കഴിയില്ല. ഊർജം നൽകാൻ വിവരവും വിദ്യാഭ്യാസവുമുള്ള താഴേക്കിടയിലുള്ള ആരെങ്കിലും ശ്രമിച്ചാൽ ഈ മേലേക്കിടയിലുള്ള വിവരദോഷി അതിന് തടയിടും. അത്രമാത്രം അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ജനങ്ങളിലേക്ക് അടുക്കുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു വിഭജന സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒറ്റവാക്കിൽ ഇത് ലീഗിനെ എതിർക്കുകയല്ലേ, ഇതൊരു കുലത്തൊഴിലല്ലേ എന്നൊക്കെ പലപ്പോഴും കമൻ്റ് അടിക്കുന്നത് പോലെ ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ലീഗ് അന്ന് സംഘടിപ്പിച്ച ആ സദസ്സ് എന്താണ്? അത് ഒരു വിഭജനത്തിൻ്റെ സദസ്സല്ലേ? ആരെ ഒന്നിപ്പിക്കുവാനും ആരോട് സൗഹൃദം പങ്കിടുവാനുമാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്? അവിടെ അന്ന് പങ്കെടുത്ത ആളുകൾ മുഴുവനും ഒരു മുന്നണിയിലുള്ള, ആ മുന്നണിയേക്ക് പാദസേവ ചെയ്യുന്ന കുറേ ഭൗതികന്മാരും അതുപോലെയുള്ള സഹോദര സംഘടനകളുമൊക്കെ ആയിട്ടുള്ള കുറേ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പാണക്കാടിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു മഹത്വം അവർക്ക് പറഞ്ഞു. ലോകത്ത് ഇങ്ങനെ ഒരു സൗഹാർദ്ദം സ്ഥാപിക്കാൻ പാണക്കാട് കുടുംബത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള സാധാരണ ജാക്കി വെച്ചുള്ള തള്ളൽ, ആ തള്ളലിന് വേണ്ടിയാണോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും ബുദ്ധിയുള്ളവർ സംശയിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് UDFൻ്റെ ഒരു സംഗമം എന്ന നിലക്ക് നടത്തി അതിൽ പങ്കെടുത്ത പാവപ്പെട്ട രാഷ്ട്രീയമില്ലാത്ത കുറേ ആളുകളെ പോലും അതിൻ്റെ അടിമകളാക്കി, ആ UDFൻ്റെ സന്ദേശത്തിൻ്റെ അടിമകളാക്കി അവരെ അറിയാതെ മാറ്റി എന്നല്ലാതെ ഈ സൗഹൃദ സദസ്സുകൊണ്ട് വല്ല സൗഹൃദവും ആരുടെയും മുമ്പിൽ ഉണ്ടായിട്ടുണ്ടോ? സൗഹൃദ സദസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന വേദിയാണ്. ചുരുങ്ങിയത് ഒരു സിമ്പോസിയം എല്ലാ പാർട്ടിക്കാരെയും എല്ലാ വിഭാഗക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുക എന്ന സാമാന്യ മര്യാദയിലേക്ക് പോലും എത്തിപ്പെടാൻ ലീഗിൻ്റെ ആ സദസ്സിന് കഴിഞ്ഞില്ല. കാരണം അവർ ഭരണം കിട്ടാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം, എന്നാലേ ജനങ്ങളെ അത് തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പോഴുള്ള മുന്നണിയെ മാറ്റി സ്ഥാപിക്കുകയുള്ളൂ എന്നൊക്കെ ധരിച്ചു വശായ കുറേ ബുദ്ധിയില്ലാത്ത ആളുകളുടെ നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം ഇതിലപ്പുറം അപജയത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഞാനിങ്ങനെ പറയുമ്പോൾ അത് നല്ല കാര്യമല്ല അവിടെ നടന്നത്. എല്ലാവരും സൗഹാർദ്ദത്തിനെക്കുറിച്ച് സംസാരിച്ചില്ലേ? എന്നാൽ ഇതിനേക്കാളും നല്ലത് ഒരു UDFൻ്റെ ഒരു സദസ്സ് സംഘടിപ്പിക്കലായിരുന്നു. UDFിലുള്ള മനുഷ്യന്മാർ മാത്രം യോജിച്ചാൽ രാജ്യത്തെ ജനങ്ങൾ യോജിച്ചോ? ആ മുസ്ലിം സമുദായത്തിലെ എല്ലാവരോടെങ്കിലും അവർക്ക് കടപ്പാടുണ്ടെങ്കിൽ, മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലാണല്ലോ ലീഗൊക്കെ ആദ്യം സൗഹാർദ്ദം നടത്തേണ്ടത്. ആ മുസ്ലിം സമുദായത്തിലെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ സേട്ടു ലീഗ് എന്ന് പറയുന്ന INL. അതിൻ്റെ 2-3 ഘടകങ്ങളുണ്ടല്ലോ, അവരെ ആരും അതിൽ കണ്ടില്ല. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നല്ലൊരു ശതമാനം അണിനിരന്ന PDPയുടെ ഒരു പ്രതിനിധിയും കണ്ടില്ല. ഇവരൊന്നുമില്ലാതെ UDFന് കുഴലൂത്ത് നടത്തുന്ന മുസ്ലിം സമുദായത്തിൻ്റെ കുറച്ച് ആളുകൾ എന്ന് പറയപ്പെടുന്ന കുറേ ആളുകൾ പാണക്കാട് കുടുംബത്തെ
പൊക്കാൻ വേണ്ടി കെൽപ്പോടുകൂടെ വന്ന ആളുകളെ, അതിന് ഊർജം സമീകരിച്ചുകൊണ്ട് വന്ന ആളുകളെ പങ്കെടുപ്പിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷത്തിലില്ലേ സമാധാനപ്രിയരും സൗഹാർദ്ദത്തിൻ്റെ ആളുകളും, അവരിൽ പെട്ട ഒരു കുട്ടിയെപ്പോലും നമ്മളവിടെ കണ്ടില്ലല്ലോ. പിന്നെ ഇവർ നടത്തിയത് എന്താണ്? വെറുതെ സമാധാനത്തിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഖദറിൽ വിശ്വാസമില്ലാത്തവരാണ്. അവർ ഖദരിയാക്കൾ എന്നാണ് പറയപ്പെടൽ. ഖദറിൽ നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കും ഖദറിൽ വിശ്വാസമുള്ളവരാണ് എന്നതുപോലെ സൗഹാർദ്ദ സദസ്സ് സംഘടിപ്പിക്കുന്നവർ വിഭജനത്തിൻ്റെയും അസൗഹാർദ്ദത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും സദസ്സും വേദികളുമാണ് സംഘടിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അതുവരെയുള്ള കേരളീയ അല്ലെങ്കിൽ കോഴിക്കോടുള്ള ജനാവലിയുടെ ഒരു സാധാരണഗതിയിലുള്ള നയത്തിനും കാഴ്ചപ്പാടിനും വിരുദ്ധമായി സൗഹൃദ സദസ്സ് എല്ലാവരെയും സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭജനത്തിൻ്റെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രബല വിഭാഗങ്ങളെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള, അതുപോലെ ഇവിടെയുള്ള മുസ്ലിങ്ങളല്ലെങ്കിലും മതേതരവാദികളായ ഇടതുപക്ഷത്തുള്ള കുറച്ചാളുകളിൽ നല്ലവരുണ്ടാവുമല്ലോ, ഉണ്ടെന്ന് അവർ തെളിയിച്ചതുണ്ടല്ലോ പലപ്പോഴും സൗഹാർദ്ദ സംഭാഷണത്തിലൊക്കെ. അങ്ങനത്തെ ആളുകളെ പോലും പങ്കെടുപ്പിക്കാതെ ഇവർ നടത്തുന്നത് ഇത് കേവലം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് ബുദ്ധിയുള്ളവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ പഴയ കാലത്ത് ലീഗിന് വോട്ട് കുത്തിയതുപോലെ അക്ഷരാഭ്യാസം ഇല്ലാത്തവരല്ല, കുറേയൊക്കെ അവർ ചിന്തിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. അതിലും ഇത് സാധാരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും മറ്റുമൊക്കെ ലീഗിനുള്ള ഒരു ഹോബിയാണ് ഒരു ഏകോപന സമിതി, മുസ്ലിം ഏകോപന സമിതി നടത്തുക, അതുപോലെ അത്തരത്തിലുള്ള വേദികൾ പങ്കെടുപ്പിക്കുക എന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് പാണക്കാട് മഹിമ പറയാം. പാണക്കാടിൻ്റെ മറവിൽ പാർലമെൻറ്റിലേക്ക് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പിറ്റേ ദിവസം അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും ഇനിയിപ്പോൾ അടുത്ത് തന്നെ അങ്ങോട്ടും പോകാനൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, പാണക്കാട് താങ്ങിയാലേ അത് നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന അദ്ദേഹം അനധികൃതമായി ഒരു യോഗ്യതയുമില്ലാത്ത പാണക്കാട് കുടുംബത്തെ താങ്ങിയിട്ട് ലീഡർഷിപ്പിന് പാണക്കാടിന് മാത്രമേ കഴിയൂ. ഇത് ഇദ്ദേഹത്തിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തൊരു കാര്യം പോലെയാണ്. പാണക്കാടിനെ ലീഡർഷിപ്പ് ഉള്ളൂ എന്ന് ആര് പറഞ്ഞു? ഇവരുടെ ലീഡർഷിപ്പ് കൊണ്ട് എന്താ അവിടെ നടന്നിട്ടുള്ളത്? മുസ്ലിം സമുദായത്തിലെ സങ്കീർണമായ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ ഈ പാണക്കാട് കുടുംബത്തിലുള്ള മുമ്പ് മുതൽ ഇതുവരെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു നയപരമായ സമീപനമോ ഒരു നല്ല മാർഗദർശനമോ നടത്തിയിട്ടുണ്ടോ? അവർ ചെയ്ത ഒരു സേവനം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പള്ളി മതേതര രാജ്യത്ത് തകർത്തപ്പോൾ ആരും ഉണ്ടാണ്ട എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കപ്പെടുമ്പോൾ മുണ്ടണ്ട എന്ന് പറയാനുള്ളൊരു പ്രസ്ഥാനമാണ്. ഇസ്മായിൽ സാഹിബ് അത് രൂപീകരിക്കുമ്പോൾ ഒന്നിച്ച് കരയാനാണ്, മുസ്ലിം സമുദായത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഒന്നിച്ച് കരയാനെങ്കിലും നമുക്ക് ഈ പാർട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയൊരു പാർട്ടിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പാർട്ടിയുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും പൊക്കിപ്പിടിക്കുന്നതാണ്. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു സ്ഥാപനം മതേതര രാജ്യത്ത് തകർക്കപ്പെട്ടപ്പോൾ അത് പുനരുദ്ധരിക്കണമെന്ന് ഒപ്പമുള്ള പാർട്ടിയോട് സമ്മർദ്ദം ചെലുത്തി അത് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ ആളുകളെ അത് ഓർമ്മയാക്കി അത് നടത്തിപ്പിക്കുന്നതിന് പകരം അത് പൊളിച്ച് അവിടെ ക്ഷേത്രമാക്കാൻ കോടതിയെ കൊണ്ട് ചെയ്യിപ്പിച്ച പണികൾക്ക് മുഴുവനും കൂട്ടുനിന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇതിനാണ് ഈ പാർട്ടിയെങ്കിൽ ഇത് സമുദായത്തിന് വേണ്ട എന്ന് ജനങ്ങളെന്നോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് ഉത്ഭൂതമായ അകറ്റി നിർത്തലാണ് 8 കൊല്ലം ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിന് 18 കൊല്ലവും അതിനപ്പുറമൊക്കെ ആയി എന്ന് വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരാളെ താങ്ങാൻ വേണ്ടി ഇങ്ങനൊരു വേദി സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരെ വെറുതെ ഏതെങ്കിലും തറവാടിൻ്റെ പേരിൽ ഊതി വീർപ്പിച്ച് ബലൂണിൻ്റെയോ അതുപോലെ കുമിളയുടെ പേരിലല്ല അഭിമാനിക്കേണ്ടത്. യോഗ്യതയുടെ പേരിൽ രാജ്യത്ത് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ നോക്കുക. ഇങ്ങനെ ലീഡർഷിപ്പും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ പാണക്കാട് കുടുംബത്തിനെ കഴിയുള്ളൂ എന്നുള്ളത് ഒരു വിവേചനപരമായുള്ള ഒരു കാര്യമാണത്. ഒരുപാട് തങ്ങന്മാർ നാട്ടിലുണ്ട്. ആ തങ്ങന്മാർക്കൊക്കെ ഉള്ള മഹത്വമേ പാണക്കാടിനുള്ളൂ. ഇല്ലാത്തൊരു മഹത്വം ഉണ്ട് എന്ന് പറഞ്ഞാലുണ്ടാവില്ല. ഏതെങ്കിലും കിതാബിൽ നിങ്ങളെ ഉദ്ധരിക്കണം. അത് ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഭൗതികമായി തെളിയിക്കണം. എല്ലാവരും അംഗീകരിക്കുന്നൊരു തങ്ങളാണ് പാണക്കാട് തങ്ങളെന്ന് നിങ്ങളുണ്ടാക്കി തീർത്ത ഒരു പുകമറ എന്നല്ലാതെ മഹാഭൂരിഭാഗവും എതിർക്കുന്ന ഒരു തങ്ങളായത് മാറിയിട്ടുണ്ട്. കാരണം വേണ്ടതിനും വേണ്ടാത്തിനും പാട്ടും കൂത്തുമായി നടക്കുന്ന അരങ്ങേറുന്ന മുമ്പുള്ള ആളുകളുടെ മാന്യത പോലും സൂക്ഷിക്കാത്ത ഇന്നത്തെ തലമുറയാണ് അവിടെയുള്ളത്, അവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ മഹത്വമുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടേതായ അഡ്രസ്സ് സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് ഡൽഹിയിലേക്കും
തിരുവനന്തപുരത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുമ്പോൾ പറക്കാനും അനുമതി പത്രം എഴുതി ചാർത്തുന്നതിനുള്ള ഒരു പാരിതോഷിക പ്രഖ്യാപനം എന്നല്ലാതെ ഇവിടെ യോഗ്യത കൊണ്ട് പല പരിപാടികളും കേരളത്തിലും ഇന്ത്യയിലും നടത്തിയ പലരും ഉണ്ട്. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ആരാണ് എന്ന്. അത്തരം ആളുകളുടെ യോഗ്യതയും നേതൃത്വവും അവർ ചെയ്ത സേവനങ്ങളും റിലീഫുകളും ഒക്കെയാണ് നോക്കേണ്ടത്. ശരീരം മറന്നുകൊണ്ട് അധ്വാനിച്ച് ഇന്ത്യ ഒന്നാകെ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അത്തരക്കാരാണ് ലീഡർഷിപ്പ് ഉള്ളവർ. ആരെങ്കിലും വെറുതെ ഇങ്ങനെ ചാടി താങ്ങി ജാക്കി വെച്ചുകൊണ്ട് കൊടുക്കുന്നതല്ല ലീഡർഷിപ്പ് എന്ന് മനസ്സിലാക്കാൻ ഈ ദേശീയ നേതാവ് ഏതെങ്കിലും കലാലയങ്ങളിൽ പോയി ഇനിയും കുറച്ച് രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടൽ അത്യന്താപേക്ഷിതമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ നേതാവാണ് അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ നടത്താൻ നിർബന്ധിതമായി വരുന്നത്. ദേശീയ നേതാവ് അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന ആളെ ഇങ്ങനെ ജാക്കി വെച്ചാൽ ആ ജാക്കി വെച്ച അയിമലാണല്ലോ പൊന്തുന്നത്. അദ്ദേഹത്തെ ജാക്കി വെക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ സാധനങ്ങളൊക്കെ കിട്ടൽ, സംരക്ഷിക്കൽ. മന്ത്രിയാണെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ല മന്ത്രി ഇവിടെ ആ സാധ്യതയെങ്കിൽ ഇങ്ങോട്ട് വരണം. അതിനൊക്കെ ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരാൾ, ആ ആളെ പൊക്കി വെക്കൽ അദ്ദേഹത്തിന് ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇല്ലാത്ത ലീഡർഷിപ്പ് പാണക്കാടിനെ ഉള്ളൂ എന്ന് എവിടെയും നമ്മൾ ഒരു കിതാബിലും കാണാത്ത കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താണ്? സ്നേഹ സദസ്സ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയാണല്ലോ ജനങ്ങളെ ആകർഷിക്കുവാൻ. മുസ്ലിങ്ങൾക്കിടയിലും അതുപോലെ സമൂഹത്തിനിടയിലും ഭിന്നത സൃഷ്ടിക്കുന്ന ഒരു സദസ്സ് എന്നല്ലാതെ ഇതുകൊണ്ട് ഈ രാജ്യത്ത് വേറെ ഒരു പ്രയോജനവും ഇതുവരെയും ഇവർ സംഘടിപ്പിച്ച പരിപാടികളെ കൊണ്ട് ഉണ്ടായതായി അറിയപ്പെട്ടിട്ടില്ല. വളർച്ചയിലേറെ സമുദായത്തിൻ്റെ തകർച്ചയാണ് ഇവരുടെ അരങ്ങേറ്റം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇവിടെ ജനങ്ങളെല്ലാവരെയും സംഘടിപ്പിക്കുവാൻ ഇങ്ങനത്തെ സദസ്സ് ലീഗ് നടക്കുന്ന പാണക്കാട് നിന്ന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് ഇവിടെ നടത്തിയ കേരള ചരിത്രത്തിൻ്റെ ചരിത്രം മാറ്റിക്കുറിച്ച സൗഹാർദ്ദപരമായ എല്ലാവരെയും അണിനിരന്ന ഇവർ യു ഡി എഫിലുള്ള അതിനോടനുബന്ധമായ ആൾക്കാരാണ് പങ്കെടുപ്പിച്ചത്. എന്നാൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നാകെ പങ്കെടുത്ത അതിലെ പരസ്പരം നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കീരിനെയും പാമ്പിനെയും പോലെയുള്ളവരെ ഒരുമിപ്പിച്ച ഒരേ വേദിയിൽ അണിനിരത്തിയ 2 കേരള യാത്ര നടത്തിയ ഒരു നേതാവ് ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരെ പോലെ പങ്കെടുത്തിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തിന് യു ഡി എഫിലും അതിൻ്റെ പിന്തുണക്കുന്ന ആളുകളെയും സംഘടിപ്പിക്കാനേ കഴിയുള്ളൂ എങ്കിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അതുപോലെയുള്ള സമാന മനസ്കര മുഴുവനും ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള എല്ലാവരെയും സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ട്. അത് കാണാതെ പോകരുത്. അത് യോഗ്യതയുടെ പേരിൽ സേവനത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നതാണ്, കുമിള കൊണ്ട് ജാക്കി വെച്ച് പൊന്തിച്ചതല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. എവിടെ എന്ത് സംസാരിക്കണമെന്നറിയാത്ത നയവും കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരു നേതാവാണല്ലോ അതിനുള്ളത്. ആ നേതാവ് പറഞ്ഞതായ ഓരോ വാക്കുകളിനെ ചിന്തിക്കുമ്പോൾ വലിയ പമ്പര വിഡ്ഢികൾ പോലും ഇതുപോലത്തെ വാക്കുകൾ പറയുകയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. മനുഷ്യബന്ധം ഊഷ്മളമാക്കി നിലനിർത്തിയാലേ പടച്ചവനോടുള്ള ബന്ധത്തിന് പ്രസക്തിയുള്ളൂ എന്ന്. മനുഷ്യബന്ധം പോയിട്ട് സമുദായത്തിൽപ്പെട്ട ആളുകളുമായുള്ള ബന്ധം നിലനിർത്താൻ ഇവർ ഇക്കാലം അത്രയും തയ്യാറായിട്ടുണ്ടോ? സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ പാർട്ടിയെ അംഗീകരിച്ചില്ല എന്നതിന് മേലിൽ കൊന്നുതള്ളി കൊലപാതകങ്ങളുടെ കേസ് നടത്തിയ പാർട്ടിയാണ് തൻ്റെ പാർട്ടി എന്ന് ചിന്തിക്കാതെ ആ പറയുന്നതിന് വൈരുദ്ധ്യമായ കാര്യങ്ങൾ മാത്രം പറയുന്ന ഈ നേതാവ് ഇദ്ദേഹത്തിന് സാധാരണഗതിയിൽ എവിടെ കൊണ്ടുപോകണമെന്നാണ് ആൾക്കാരോട് പറഞ്ഞാൽ അവർ പറയച്ച എന്നറിയില്ല. അത്രമാത്രം ബുദ്ധിശൂന്യമായ പ്രസ്താവനയാണ്. ലോകത്ത് മുസ്ലിമിനെ കൊല്ലുന്ന ഒരു മുസ്ലിം പാർട്ടി ഉണ്ടെങ്കിൽ ലീഗുള്ളൂ എന്ന് നമ്മളൊക്കെ മണ്ണാർക്കാടും കൊണ്ടൂരുമുള്ള കൊലപാതകങ്ങൾ എന്നൊക്കെ തിരിച്ചറിഞ്ഞതാണ്. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാൽ പിന്നെ അതിൻ്റെ ശേഷം എന്തിനാ പാർട്ടി അവരെ കേസ് നടത്തി എന്നുള്ളത്? പൊടിയാനക്കൊള്ളി കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട ആളുകളുടെ പേരക്കുട്ടി ഈ കാര്യം വളരെ വ്യക്തമായി പാർട്ടി ഇത്തരക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞത് ആരും മറന്നിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ നടത്തുന്ന ഇവരാണ് ഈ സ്നേഹ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഗീർവാണങ്ങൾ മുഴക്കി ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാവുകയാണിത്. എന്നിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ കേൾക്കുക. നമുക്ക് ഒറ്റയ്ക്ക് ജയിക്കുകയല്ല, ഒരുമിച്ച് ജയിക്കുകയാണ് വേണ്ടത് എന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു കേട്ടാൽ എത്രമാത്രം ശുദ്ധമായ ആശയമാണ്. നമ്മൾ ഒരുമിച്ച് ജയിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ഒറ്റയ്ക്ക് ജയിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥികൾ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന
പല ആളുകളുണ്ടല്ലോ, അവരൊക്കെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അവരെ ജയിപ്പിക്കാം, നമുക്ക് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാം എന്ന രീതി ലീഗ് സ്വീകരിക്കാറില്ലല്ലോ. ലീഗ് ഏകപക്ഷീയമായി ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും മത്സരിപ്പിച്ചിട്ട് അതിനെ എതിർത്താൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തെ തകർക്കലാണ് എന്ന് പറയുന്ന ഏകപക്ഷീയമായ ഏറ്റവും വിരോധാഭാസമായ പ്രഖ്യാപനമാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയാറുള്ളത്. ഒറ്റയ്ക്ക് ജയിക്കുകയല്ല, നമുക്ക് ഒരുമിച്ച് ജയിക്കുകയാണ് വേണ്ടത് എന്ന്. എന്നാൽ ഈ പ്രഖ്യാപനത്തിനോട് ഇവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞകാല ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. എക്കാലവും ലീഗിൻ്റെ ചിന്താഗതി വിഭജിക്കാനാണ്. പാകിസ്ഥാൻ പിറവിക്ക് പോലും കാരണമായ ലീഗ്, പിന്നെ അതിൻ്റെ ശേഷം പുതിയ ലീഗ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമെങ്കിലും അതും വിഭജിക്കുന്നതിൻ്റെ കാര്യത്തിൽ മാത്രം ഒരുമിച്ചിരുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി അപ്പുറത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കല്ലേ വേണ്ടത്? സമുദായത്തിനും ന്യൂനപക്ഷത്തിനു വേണ്ടി കളങ്കമില്ലാതെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ശബ്ദിക്കുന്ന പല സ്ഥാനാർത്ഥികളും മറ്റേ മുന്നണിയിലും വരാറുണ്ടല്ലോ. അവിടെയൊന്നും ഈ മര്യാദ കാണിച്ചതായി കണ്ടിട്ടില്ലല്ലോ. പറയുന്നതിനർത്ഥം വിരോധാഭാസം പറയുന്നു, പൊട്ടത്തരം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് പറ്റാത്ത സ്ഥാനാർത്ഥികളെ ഇവരുടെ പാർട്ടി നിർത്തിയ പത്തായക്കോടനെ പോലുള്ളവരെ പോലും ജയിപ്പിക്കാൻ വേണ്ടി അതിനെതിരെ നല്ല സ്ഥാനാർത്ഥി മത്സരിച്ചാലും അവർ തോൽപ്പിക്കും. മാഫിയ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പല സ്ഥാനങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ സ്വന്തം ജയിക്കാൻ വേണ്ടി BJPയോടൊപ്പം പോലും കൂട്ടുകൂടാമെന്ന് ഇവർ ചരിത്രത്തിൽ തെളിയിച്ചവരാണ്. ടി.കെ. ഹംസയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബേപ്പൂരിൽ BJPക്കൊപ്പം ചേർന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവ് മുസ്ലിം സമുദായത്തിനൊക്കെ നല്ല ഗുണകരമായ രീതിയിൽ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്കാരനായ രത്നസിംഗിനെ പിന്തുണച്ചവരാണ് ഇവർ. അപ്പോൾ സ്വന്തം ജയിക്കാൻ വേണ്ടി BJPയെ പോലെയുള്ള വർഗീയവാദികളെപ്പോലും കൂട്ടുപിടിക്കുന്ന ഇവരാണ് തനി വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒറ്റയ്ക്ക് ജയിക്കല്ല, എതിരാളി ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന വിരോധാഭാസം പറയുന്നത്. ഇത് ആ പറയുന്ന നേതാവിന് ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ല. കാരണം അത്രമാത്രം ഒരു വിവേകമേ അദ്ദേഹത്തിന് ആ പഠനത്തിലൊക്കെ ഉള്ളൂ നമുക്കറിയാം. പക്ഷേ ലീഗിലൊക്കെ ഉണ്ടല്ലോ ഈ താങ്ങുന്നവരല്ലാത്ത കുറച്ച് ബുദ്ധിയുള്ളവർ, അവരെങ്കിലും ആ ബുദ്ധി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ പഠിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവരുടെ വിജയത്തിന് വേണ്ടി BJPയൊപ്പം കൂടും. അവർ കൂടത്തെ തന്നെയുള്ള സുന്നികളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ സ്നേഹിക്കുക വരുന്നതിന് ലീഗിന് ജയിക്കാൻ വേണ്ടി അവർ ചെയ്യും, ലീഗ് അധികാരത്തിൽ വരാൻ വേണ്ടി ഒക്കെ ചെയ്യും എന്നല്ലാതെ ഇവർ പറയുന്ന ഈ വാക്കിനോട് ഒരല്പം പോലും നീതി പുലർത്താൻ ഇവർക്ക് കഴിയാറില്ല. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർക്ക് ഉപകാരമുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കും. എന്നാൽ ഈ വാദാടിസ്ഥാനത്ത് നല്ല സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. ഈ വിശാല മനസ്കത ഇവർ എവിടെയും കാണിച്ചിട്ടില്ലല്ലോ. കാണിക്കാതെ ഈ പറയുന്നത് എന്താണ്? അവിവേകമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഇപ്പോൾ മുന്നണി നോക്കിയിട്ടല്ല, നല്ല മനുഷ്യന്മാർ എല്ലാ മുന്നണിയിലും ഉണ്ടാകും. അപ്പുറത്തുള്ള മുന്നണിയിൽപ്പെട്ട നല്ല മനുഷ്യന്മാർ മത്സരിക്കുമ്പോൾ എന്നാൽ അദ്ദേഹം നല്ലവനാണല്ലോ, അദ്ദേഹം മതേതരവാദിയാണല്ലോ, സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയെ നിർത്താതെ നിന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്നത് മുഴുവനും ജനങ്ങളെ പൊട്ടീസാക്കാനാണ്. 8 വർഷം ഭരണമില്ലാത്തത് കൊണ്ടുണ്ടായ ആ വലിയ ക്ഷീണം തീർക്കാൻ വേണ്ടി അവർ ജനങ്ങൾക്ക് മുമ്പിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രയങ്ങളുടെ ഒരു പ്രതിരൂപങ്ങൾ മാത്രമാണിത് എന്നും അതിനുവേണ്ടി ഇവരില്ലാത്ത മഹിമ പറഞ്ഞ് പാണക്കാടിനെ ഉയർത്തിപ്പിടിച്ചിട്ട് അതെങ്ങനെ പറഞ്ഞാലും പാണക്കാടിന് മഹിമുണ്ട് എന്ന് സ്വന്തം അണികൾ പറയുന്നല്ലാതെ എന്തെങ്കിലും ഒരു പ്രമാണം കൊണ്ട് ബുദ്ധിപരമായ നീക്കം കൊണ്ട് കഴിഞ്ഞകാല ചരിത്രത്തിൽ ഉമ്മത്തിന് ഉപകാരപ്രദമായ എന്തെങ്കിലും പ്രസ്താവനയെങ്കിലും നടത്തിയിട്ട് ആശ്വസിപ്പിക്കുകയോ ചെയ്ത ഒരു പരിപാടിയും അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ആകെ ഉള്ളത് പള്ളി തകർത്തപ്പോൾ മുണ്ടണ്ട എന്ന് പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഈ പാർട്ടി എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള നേതൃശൂന്യരായ ഗുണമില്ലാത്ത ആളുകളെ പാർട്ടിയുടെ തലപ്പത്ത് വെച്ചാൽ ഇതും ഇതിലപ്പുറമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇതിലാരും തെറ്റിദ്ധരിക്കേണ്ട. ഇവർ സമുദായത്തെ ഒന്നിപ്പിക്കുന്നവരോ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നവരോ അല്ല. അവരുടെ ഭരണം നഷ്ടപ്പെട്ടതിലുള്ള ആ വിലാപം കരഞ്ഞു തീർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ആണ്ടറുതി എന്നതിൽ കവിഞ്ഞ് ഇവരുടെ ഈ കൂടിച്ചേരലുകൾക്കും ഈ സൗഹൃദങ്ങൾക്കൊന്നും അർത്ഥമില്ല. അതൊക്കെ അവരെവിടെ നടത്തിയാലും അതിൻ്റെ അനന്തരഫലം പിറ്റേന്ന് വിഭജനമായിരിക്കും എന്ന് നമുക്കറിയാം. അവർ സ്വന്തമായിട്ട് കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെ നടത്തുന്നു എന്നല്ലാതെ കേരളത്തിൻ്റെ ജനങ്ങളെ മുഴുവനും, എല്ലാ മുന്നണികളെയും, എല്ലാ മനുഷ്യന്മാരെയും, എല്ലാ പാർട്ടിക്കാരെയും, വർഗീയവാദികളല്ലാത്തവരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒറ്റ മനസ്സോടെ സംഘടിപ്പിക്കുവാൻ ഇവർക്കല്ല കഴിയൽ. അതിന് കഴിവുള്ള പല ആളുകളും ഇവിടെയുണ്ട് എന്നത് ലോകം
കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാവട്ടെ എന്ന് ആശംസിക്കുകയും ആ രീതിയിൽ നീങ്ങാൻ വേണ്ടി ലീഗ് ശ്രമിച്ചാൽ അവർക്ക് കുറച്ചൊക്കെ ഒരു ഭാവി പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് പറയുകയും ചെയ്യാം എന്ന് മാത്രമേ ഇപ്പോൾ ഉണർത്താനുള്ളൂ.